अस्सलामुअलैकुम रहमतुल्लाहि वबरकातुहू। बिस्मिल्लाहिर्रहमानिर्रहीम। कुल हुवल्लाहु अहद, अल्लाहु समद, लम यलिद वलम ഈ കുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരുപാട് ചിന്തിച്ചു പോയി. പേടി കൊണ്ടാണോ അതോ മറവി കൊണ്ടാണോ ആ കുട്ടി കരയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ പരിശുദ്ധമായ ഖുർആനിലെ പവർഫുൾ ആയ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് അല്ലെങ്കിൽ സൂറത്ത് തൗഹീദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ 5 ആയത്ത് ഓതാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു 5-10 സെക്കൻഡുകൾ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നത് ഏറ്റവും വലിയ അത്ഭുതകരമായ ഓഫറുകളാണ്. ഒരാൾ ഈ സൂറത്ത് 3 തവണ ഓതിയാൽ പരിശുദ്ധമായ ഖുർആൻ ഓതിയതിനോട് മുഴുവൻ തുല്യമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ എന്തെല്ലാം പണികളുണ്ട്, ആ പണികൾക്കിടയിൽ വെച്ചിട്ട് ഒരു 5-10-15 സെക്കൻഡ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് 3 തവണ ഓതിയാൽ തന്നെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനായി ഓതിയ കൂലിയാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. തീർന്നിട്ടില്ല. ഒരാൾ 1 തവണ ഓതിയാൽ അവന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകുന്നു. ഒരാൾ 2 തവണ ഓതിയാൽ അവന്റെ മേലും അവന്റെ വീട്ടുകാരുടെ മേലും ബർക്കത്തുണ്ടാകുന്നു. ഒരാൾ 3 തവണ ഓതിയാൽ അവന്റെ മേലിലും അവന്റെ വീട്ടുകാരുടെ മേലും അവന്റെ അയൽവാസികളുടെ മേലും ബർക്കത്തുണ്ടാകുന്നു. ഒരാൾ 12 തവണ ഓതിയാൽ 12 കൊട്ടാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവൻക്ക് വേണ്ടി പണിതു വെക്കുന്നു. ഒരാൾ 100 തവണ ഓതിയാൽ അവന്റെ 50 വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു. ഒരാൾ 1000 തവണ ഓതിയാൽ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സൂറത്ത് ഒരാൾ 1000 തവണ ഓതിയാൽ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പായി സ്വർഗത്തിന്റെ ഫോട്ടോ അവന്റെ സ്വർഗത്തിലെ ഇരിപ്പിടം തന്നെ അവൻക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് അവൻ ഈ ലോകത്തോട് വിട പറയുകയെന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അത്രക്കും പവിത്രമായ ശ്രേഷ്ഠമായ ഒരു സൂറത്താണ്. ജീവിതത്തിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും പതിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ നന്മ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ കാരണം ഒരാൾ 1 തവണയെങ്കിലും ഈ സൂറത്ത് ഓതിയാൽ അതിൻ്റെ ഒരു പ്രതിഫലം ഇസ്ലാമിന്റെ മാനദണ്ഡ പ്രകാരം ഇസ്ലു സവാബ് അവൻ ഓതിയ അതേ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും. ഇൻഷാ അല്ലാഹ് ജീവിതം നന്മകൾ കൊണ്ട് ധന്യമാക്കുക. അതുപോലെ മറ്റുള്ളവരിലേക്കും നന്മകൾ പ്രചരിപ്പിക്കാൻ ഒരു ഉന്മേഷം കാണിക്കുക. ഇൻഷാ അല്ലാഹ്.